ചേരിയിലെ ചെളിയിലും മഴയിലും അവൻ കൈപിടിച്ച് വളർത്തിയ അനിയത്തിയാ അവൾ. ഒരു ദിവസം നേരം വെളുക്കുമ്പോ അവന്റെ അമ്മ എണീറ്റില്ല. ചെന്ന് നോക്കുമ്പോ അവർക്ക് ജീവനില്ലായിരുന്നു. ആ അമ്മയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒന്ന് കാണാൻ പോലും അവന്റെ അച്ഛൻ തിരികെ ആ വീട്ടിലേക്ക് വന്നില്ല. ഇന്ന് വരെ ആ അച്ഛനെ അവർ കണ്ടിട്ടില്ല. പിന്നെ അയാളെ അന്വേഷിച്ചുള്ള അലച്ചിലായിരുന്നു അവന്. എന്തിനാന്നറിയോ? കയ്യിൽ കിട്ടിയ കൊല്ലാൻ. പിന്നീട് എപ്പോഴും അയാൾ മരിച്ചോന്നറിയാൻ കഴിഞ്ഞു. അന്നു മുതൽ കാക്കയ്ക്കും പരുതിനും കൊടുക്കാതെ ഊണിലും ഉറക്കത്തിലും സ്വന്തം അനിയത്തി ചേർത്ത് പിടിച്ച് നടന്നവനാ ചെങ്കൽ മധു. അവൻ ഗുണ്ടയായതുപോലും അവൾക്ക് വേണ്ടിയാ. അവളെ കൊന്നവന് വേണ്ടി കോംപ്രമൈസ് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മധുവിന്റെ മുന്നിൽ ചെല്ലും. വക്കീൽ പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷേ സ്വന്തം അനിയത്തോട് ഇത്ര സ്നേഹമുള്ള ഒരാൾക്ക് നിരപരാധിയായ ഒരാളുടെ ജീവനെടുക്കാൻ എങ്ങനെ സാധിക്കും? ഞാൻ അനുവേട്ടനെ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാ. അതെന്തിനാണെന്നറിയോ? എൻ്റെ ഭാര്യ മക്കളെ രക്ഷിക്കാൻ. അതല്ലാതെ മറ്റൊരു മാർഗം എൻ്റെ മുന്നിൽ ഇല്ലായിരുന്നു. ഇതുപോലൊരു ക്രിമിനൽ എൻ്റെ ഭാര്യയുടെ ജീവൻ കയ്യിൽ വെച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഒരു ഭർത്താവെന്ന നിലയിൽ അവളെ രക്ഷിക്കാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? സ്വന്തം ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവരെ രക്ഷപ്പെടുത്തിയിട്ട് മതവുമായിട്ടൊരു കോംപ്രമൈസ് സംസാരിക്കാന്നാ ഞാൻ വിചാരിച്ചത്. ആരെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന ആളല്ല ഞങ്ങൾ. നെല്ലിശ്ശേരിയിലെ സേതുമാധവനെയും കുടുംബത്തെയും കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും അനുപേട്ടനെ മധുവിൻ്റെ മുമ്പിൽ കൊണ്ടു കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. വക്കീൽ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇന്ന് ലക്ഷ്മിയുടെ ശവദാഹം കഴിഞ്ഞതേ ഉള്ളൂ. മധുവിന്റെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാലോ. ഈ ഒരു അവസ്ഥയിൽ അയാളോട് സംസാരിക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ ശ്രമിക്കാം. പക്ഷേ അനൂപിനെ നിങ്ങൾ അവന്റെ മുന്നിൽ എത്തിച്ചേ പറ്റൂ. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് കോംപ്രമൈസിന് ശ്രമിക്കാം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം. അതല്ലാതെ വേറെ ഒരു വഴി ഞാൻ കാണുന്നില്ല. ഞങ്ങളെ കൈവിടരുത്. നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാവുമല്ലോ. അവർക്കൊരു അപകടം വന്നാ നിങ്ങൾ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ലേ? അത് ഓർത്തിട്ടെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. സംസാരിക്കാൻ ശ്രമിക്കാന്നല്ലാതെ എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ പൊയ്ക്കോ. എനിക്കിപ്പോ വേറൊരു മീറ്റിംഗ് ഉണ്ട്.